കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം സ്നേഹപ്പൂമാനം പനിമഞ്ഞു തുള്ളി പോലെ വന്നതാരോ ആരിരോ ഒരു പുൽക്കുടിലിനുള്ളിൽ ജാതനാരോ ആരിരോ മണ്ണും വിണ്ണും പാടും സ്വർഗീയ സംഗീതം ഇനി എന്നുള്ളിൽ പുത്തൻ സന്തോഷം പനിമഞ്ഞു തുള്ളി പോലെ വന്നതാരോ ആരിരോ ഒരു പുൽക്കുടിലിനുള്ളിൽ ജാതനാരോ ആരിരോ
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിനായി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. പരമ്പരാഗതമായ ദൈവിക സങ്കല്പങ്ങളെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ആകാശവിധാനത്തിൽ എവിടെയോ ഇരുന്ന് നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം ക്രമീകരിക്കുന്ന ഒരു ദൈവിക സങ്കല്പത്തിൽ നിന്ന് മനുഷ്യൻ്റെ വേദനകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും നൊമ്പരങ്ങളിലേക്കും അവൻ്റെ വികാരങ്ങളിലേക്കുമൊക്കെ ഇറങ്ങി വരുവാൻ വേണ്ടി ഈശോ മനുഷ്യനായി അവതരിച്ച ഒരു ദിവസം, നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന ഒരു ദിവസം. ക്രിസ്തേസ് മെസ്സേ എന്നാണ് പറയുന്നത്. ക്രിസ്തേസ് മെസ്സേ എന്നാൽ ക്രിസ്തുവിൻ്റെ ബലി എന്നാണ്. അത് വലിയൊരു ചിന്ത നമ്മളിലേക്ക് തരുന്നുണ്ട്. ഈശോയുടെ ജനന ദിവസം തന്നെ ഈശോയുടെ ബലി ദിവസമായിട്ട് നമ്മൾ കരുതുകയാണ്. അത് ശരിക്കും നമ്മളിലെ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തെ വർദ്ധിപ്പിക്കണം. കാരണം ഈശോ പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതൊരു കെനോസിസാണ്, ശൂന്യവൽക്കരണമാണ്. സ്നേഹമുള്ളവരെ, ഈ കെനോസിസ് നടന്നത് ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളും ഈ കെനോസിസിലേക്ക് കടന്നു വരണം. നമ്മൾ ഓരോരുത്തരും ശൂന്യവൽക്കരിക്കപ്പെടണം. നമ്മുടെ വീടുകളിലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഈ ശൂന്യവൽക്കരണത്തിൻ്റെ വലിയ അനുഭവം പകരാൻ നമുക്ക് കഴിയണം. എങ്കിലേ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് കടന്നു വരികയുള്ളൂ. നമ്മൾ ഒത്തിരി ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോഴും ഈ ശൂന്യവൽക്കരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല എങ്കിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആചരണങ്ങളായിട്ട് മാത്രം അവശേഷിക്കും. ക്രിസ്മസ് നൽകുന്ന മറ്റൊരു വലിയ ഒരു സന്ദേശമുണ്ട്. അത് ഒരു ലളിതവൽക്കരണത്തിൻ്റെ ഒരു ചിത്രം ഈ ക്രിസ്മസിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ ലളിതവൽക്കരണം എന്ന് പറയുന്നത്, ഈശോ ഈ പ്രപഞ്ചത്തിന് മുഴുവനും നാഥനായിരുന്നിട്ടും ഈശോ ഈ ഒരു കാലിത്തൊഴുത്തി വന്ന് പിറക്കുകയാണ്. നമുക്കറിയാം, അവിടത്തേക്ക് ഒന്ന് ചൂടകറ്റാൻ പരിശുദ്ധ അമ്മയുടെ നെഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കറിയാം. അത്രമാത്രം ഒരു ശൂന്യവൽക്കരണം അവിടെ ഈശോ നടത്തുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് മുഴുവനും രാജാവായിരുന്നിട്ടും താഴെ ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ ഈശോ കാണിച്ച ആ മനസ്സ്, അത് നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരുപാട് കൊട്ടാരങ്ങളിൽ രാജ്ഞിമാർ അവർ പട്ടുമത്തകൾ ഒരു രക്ഷകന് വേണ്ടി ഒരുക്കി കാത്തിരുന്ന ഒരു ചരിത്രം നമുക്കറിയാം. ഒരുപാട് പേര് കാത്തിരുന്നു. എന്നിട്ടും എന്തേ ഈശോ കാലിത്തൊഴുത്തിൻ്റെ നിഷ്കളങ്കതയിലേക്ക്, ആ ശൂന്യവൽക്കരണത്തിലേക്ക് കടന്നു വന്നത്? പ്രിയപ്പെട്ടവരെ, അത് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യം ഇതാണ്. നമ്മൾ ഓരോരുത്തരും ശൂന്യവൽക്കരിക്കപ്പെടണം എന്നുള്ള വലിയ സത്യം. നമുക്കറിയാം, ഈ കാവലാളുകൾക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത് കന്നുകാലികളാണ്. സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധക്കൂട്ടുകൾക്കും പകരം അവിടെ ഉണ്ടായിരുന്നത് പശുവിൻ്റെ ആ ചാണകത്തിൻ്റെ ഗന്ധമാണ്, പശുവിൻ്റെ ഗന്ധമാണ്. പിന്നെയും ഒരുപാട് ശൂന്യവൽക്കരണം നമുക്കവിടെ കണ്ടെത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ശൂന്യവൽക്കരണം നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെങ്കിലേ ഈ ക്രിസ്മസ് ആഘോഷം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായിട്ട്, നന്മയായിട്ട് മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദരിദ്രനായിരിക്കെ ദാരിദ്ര്യം അനുഭവിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പ്രപഞ്ചത്തിന് മുഴുവനും നാഥനായിരിക്കെ ദാരിദ്ര്യത്തിൽ വന്നു പിറക്കുവാൻ ഈശോ കാണിച്ച മനോഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമുക്ക് മാറ്റണം. ഇനിയും ഒരുപാട് സുവിശേഷങ്ങൾ, നല്ല വിശേഷങ്ങൾ ക്രിസ്മസ് നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, യൗസേപ്പിതാവും മാതാവും കൂടി തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുവാൻ ഒരു സ്ഥലമന്വേഷിച്ച് നടക്കുന്ന ആ ചിത്രം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒത്തിരി വേദന തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏതെങ്കിലും ഒരു സത്ര ഉടമ അവർക്ക് ഉണ്ണീശോയ്ക്ക് ജന്മം നൽകുവാൻ ഇടം കൊടുത്തിരുന്നെങ്കിൽ
ആ വീടും ആ ഉടമയുമൊക്കെ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായേനെ. പക്ഷേ അവർക്കതിന് സാധിച്ചില്ല എന്ന് നമുക്ക് കാണാം. ഇന്നും ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ക്രിസ്മസ് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ അവസ്ഥയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സത്രമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിൽ പലപ്പോഴും ഈശോയ്ക്ക് ഇടകൊടുക്കാതെ, നന്മയ്ക്ക് ഇടകൊടുക്കാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഈശോയെയും അതുപോലെ തന്നെ നന്മയെയും ഒക്കെ ആട്ടി ഓടിച്ച് എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ഓരോ അറിവുകളും തിരിച്ചറിവുകളാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ക്രിസ്മസ് ആഘോഷം അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടാവുക. ഈ പൂർണ്ണതയാണ് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമായിട്ട് മാറുക. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങളാണ് നമ്മൾ നടത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരോൾ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അതിൻ്റെ രാഗം സ്നേഹത്തിൻ്റെ രാഗമായില്ല എങ്കിൽ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങളായിട്ട് അത് മാറുകയാണ്. നമ്മൾ കേക്ക് മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൽ സ്നേഹം നമ്മൾ മുറിച്ച് കൊടുത്തില്ല എങ്കിൽ അത് ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷത്തിന് തുല്യമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് കാർഡുകൾ പങ്കുവയ്ക്കാറുണ്ട്, നമ്മൾ എഴുതി കൊടുക്കുവാറുണ്ട്, നമ്മൾ മെസ്സേജുകൾ അയക്കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും ആത്മാർത്ഥതയില്ല എങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് അർത്ഥമുണ്ടോ? പലപ്പോഴും നമ്മളിങ്ങനെയല്ലേ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കെടുക്കുമ്പോഴും ആ ബലിയർപ്പണം യഥാർത്ഥത്തിൽ നടന്നില്ല എങ്കിൽ, യഥാർത്ഥം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവും കൊണ്ടും നമ്മൾ പൂർണ്ണമായിട്ടും ബലിയർപ്പിച്ചില്ല എങ്കിൽ സ്നേഹമുള്ളവരെ, ആ ബലിയർപ്പണത്തിന് പൂർണ്ണതയാകില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ നോയമ്പെടുക്കുകയും ഉപവാസമെടുക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുങ്ങുകയും ഒക്കെ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായി നമ്മളിൽ മാറ്റേണ്ട മേഖലകളെ മാറ്റാതെ, നമ്മുടെ ഉള്ളിലെ തിന്മയുടെ അംശങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാതെ നമ്മളൊരിക്കലും ക്രിസ്മസ് ആഘോഷിക്കരുത്. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ മുൻപിലെ ചോദ്യചിഹ്നങ്ങളാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ണീശോ ജനിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒത്ത നടുക്ക് ഉണ്ണീശോ ജനിക്കുമ്പോൾ അത് വലിയ അനുഭവമാണ്. പിന്നെ നമുക്ക് തെറ്റിൻ്റെ വഴിയെ യാത്ര ചെയ്യാനാകില്ല. എവിടെയെങ്കിലും വെച്ചോ ഒന്ന് തെറ്റിപ്പോയെങ്കിൽ ആ നിമിഷം തന്നെ ഈശോയുടെ ഉള്ളിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർന്ന് വരാൻ നമുക്ക് സാധിക്കും. ഈ ഒരു മനോഭാവത്തോടു കൂടി ഒരിക്കൽ പോലും ഈശോയെ ഉപേക്ഷിക്കാതെ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാൻ ഈ ക്രിസ്മസിനുള്ള ഒരുക്കം നമ്മളെ അതിന് ഇടവരുത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊരു ധ്യാന വിഷയമാക്കണം. നമ്മൾ പലപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നന്മ നിറഞ്ഞു മറിയുമേ എന്ന സുസ്തി നമ്മൾ പലപ്പോഴും ചെല്ലാറുണ്ട്. നന്മ നിറഞ്ഞു മറിയുമേ സുസ്തി എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ ചെല്ലിയാൽ ആ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണത കിട്ടില്ല. നമ്മൾ ഒരുപക്ഷെ ഏറ്റവും രാവിലെ വന്ന് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും മറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ആന്തരികമായി ഞാൻ ആ ബലിയിൽ സംബന്ധിച്ചില്ലെങ്കിൽ, എൻ്റെ വേദനകളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ നൊമ്പരങ്ങളും എൻ്റെ കഷ്ടപ്പാടുകളും ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെ പങ്കുവയ്ക്കുവാൻ എനിക്ക് സാധിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ബലിയർപ്പണത്തിന് പൂർണ്ണതയുണ്ടാവില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷം നമ്മുടെ ജീവിതത്തിലെ അനുഭവമാക്കി മാറ്റണം. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷം നമ്മൾ ആചരിക്കരുത്. മറിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് വിളിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വീടാകുന്ന അൾത്താരയിലും നമ്മൾ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്ന, ഉണ്ണീശോയെ പ്രതിഷ്ഠിക്കുന്ന ആ മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹെറോദോസ് എന്ന് പറയുന്ന ഒരു പ്രതീകത്തെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഹെറോദോസ് തിന്മയുടെ പ്രതീകമാണ്. കാരണം ഉണ്ണീശോയെ കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത അത്രമാത്രം കഠിനഹൃദയനായ ഹെറോദോസ് നമ്മുടെ മുമ്പിലെ ഒരു വേദന തന്നെയാണ്. ഇന്നും ഈ വേദനകൾ തുറന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഈ ഹെറോദോസിൻ്റെ അടുത്തെത്താതെ വഴിതിരിച്ചു വിടുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് ജ്ഞാനികൾക്കും അതുപോലെ തന്നെ ആട്ടിടയർക്കുമെല്ലാം വഴികാട്ടിയായിത്തീരുന്നത് നമ്മൾ കാണുന്നുണ്ട്.
സ്നേഹമുള്ളവരെ, ഇതുപോലെയുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ്. അത് പലരുമാകാം. ഒരു കാവൽ മാലാഖയായിട്ട് നമ്മുടെ കൂടെ, നമ്മുടെ ഒരു പ്രശ്നത്തിന് മുമ്പിൽ ഒരു കാവൽ മാലാഖയെപ്പോലെ ഈ നക്ഷത്രം നമ്മുടെ കൂട്ടുണ്ടായിരിക്കാം. ഹെറോദോസ് ആകുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ അവിടെ നിന്ന് എത്താതെ നമ്മളെ വഴിതിരിച്ചു വിടുന്ന ഒരു വിളക്ക്. സ്നേഹമുള്ളവരെ, അത് നമ്മുടെ അപ്പനാകാം, അമ്മയാകാം, നമ്മുടെ സഹോദരിയാകാം, നമ്മുടെ കൂട്ടുകാരനാകാം, ആരുമാകാം. അവരെല്ലാവരും കാവൽ മാലാഖമാരാണ്. ഇതുവരെയുള്ള ജീവിതം മുഴുവനും എടുത്ത് പരിശോധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതുപോലെയുള്ള അനേകം കാവൽ മാലാഖമാരുടെ സാന്നിധ്യം നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, നമ്മളെ വഴി നടത്തിയിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കാം. ഈ ക്രിസ്മസിനൊരുങ്ങുമ്പോൾ നന്ദിയോടുകൂടി, നല്ല വിചാരത്തോടു കൂടി അവരെയെല്ലാം നമുക്ക് ഓർത്തെടുക്കാം. അത് ഒരു അനുഭവമാകണം. നമ്മളും മറ്റുള്ളവർക്ക് കാവൽ മാലാഖമാരാകേണ്ടവരാണ്. തിന്മയുടെ വഴികളിൽ നിന്ന് ഓടിയൊളിക്കുവാൻ അവർ നമുക്ക് സഹായകമാണ്. നമുക്കറിയാം, ഹെറോദോസ് ഉണ്ണീശോയെ കൊല്ലുവാൻ വേണ്ടി ആ നാട്ടിലെ എല്ലാ കുട്ടികളെയും കൊല്ലുവാൻ വേണ്ടി ഉത്തരവിടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗരാജ്യം ഭൂമിയെ തൊടുമ്പോൾ തിന്മയുടെ ശക്തികൾ പേടിച്ചരണ്ടു പോകുകയാണ്. സ്വർഗരാജ്യം ഭൂമിയെ തൊടുമ്പോൾ തിന്മയുടെ ശക്തികൾ പേടിച്ച് അരണ്ടു പോവുകയാണ്. സ്നേഹമുള്ളവരെ, എന്നിട്ടും നമുക്കറിയാം ഉണ്ണീശോ പുൽക്കൂട്ടിൽ പിറന്നു എന്നുള്ള സത്യം. സ്നേഹമുള്ളവരെ, ആ ഒരു ചിന്തയിൽ നിന്ന്, ആ ഒരു ബോധ്യത്തിൽ നിന്ന് നമുക്കും ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? തിന്മയുടെ ഏതൊക്കെ ശക്തികൾ ഉയർത്തെഴുന്നേറ്റാലും, തിന്മയുടെ ഏതൊക്കെ ശക്തികൾ സഭയ്ക്കെതിരെ നിരന്നാലും, സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ സഭയ്ക്കെതിരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും, സഭ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടുവെങ്കിൽ അത് എന്നും നിലനിൽക്കും. ലോകാവസാനത്തോടെ നിലനിൽക്കുമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതുകൊണ്ട് തിന്മയുടെ ശക്തികൾ ചുറ്റുമുണ്ടാകാം, പ്രലോഭനങ്ങളും പ്രതിസന്ധികളുമൊക്കെ ചുറ്റുമുണ്ടാകാം. പക്ഷേ ഈ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും ഈ നൊമ്പരങ്ങളെയുമൊക്കെ അതിജീവിക്കുന്ന ഒരു സഭയുടെ ചിത്രമാണ് ഈ ക്രിസ്മസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഹെറോദോസ് ഉണ്ണീശോയെ കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിച്ചുവെങ്കിലും അത് സാധിക്കാതെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെതിരെ, ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ ആരൊക്കെ എതിർത്തു നിന്നാലും, ആരൊക്കെ പ്രലോഭനങ്ങളുമായി പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും, സ്നേഹമുള്ളവരെ, സഭ എന്നും മുന്നോട്ട് പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ട് ധ്യാനിക്കാം. സ്നേഹമുള്ളവരെ, ഒരു വലിയ പ്രത്യേകത കൂടി ഈ ക്രിസ്മസിൽ സംഭവിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, യൗസേപ്പ് പിതാവും മാതാവും കൂടി ആരംഭിച്ച കുടുംബജീവിതം. ആ കുടുംബജീവിതം ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. തങ്ങൾക്കായി ഒരു രക്ഷകൻ പിറക്കും, ഒരു കുഞ്ഞ് പിറക്കും. ആ കുഞ്ഞ് പിറക്കുന്നതും കാത്ത് അവർ നടന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഈ കുഞ്ഞ് പിറക്കുമ്പോൾ വലിയൊരു മാറ്റം ആ കുടുംബത്തിൽ സംഭവിക്കുക. എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ആ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. ഈശോ കടന്നു വരുമ്പോൾ, ഉണ്ണീശോ കടന്നു വരുമ്പോൾ ആ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുക്കുടുംബം നമ്മളോട് ഒത്തിരി സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായിട്ട് മാറണമെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലേക്ക്, നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുറച്ച് പേരിറങ്ങുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഈശോ കടന്നു വരണം. ഈശോ കടന്നു വന്നെങ്കിലേ അവിടം തിരുക്കുടുംബമായിട്ട് മാറുകയുള്ളൂ. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ നൊമ്പരങ്ങളിൽ പരിശുദ്ധ മാതാവ് ഈശോയുമായിട്ട് കടന്നു വരുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയെ നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ കുടുംബത്തിൻ്റെ വേദനകളിൽ, കുടുംബത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ കൂടെ കൂട്ടണം. ഈശോ വന്നു കഴിയുമ്പോൾ എത്രയൊക്കെ തകർന്നില്ലാതായി പോകാമായിരുന്ന ഒരു കുടുംബവും, സ്നേഹമുള്ളവരെ, തിരിച്ചു വരും. ആ കുടുംബം ഒരു തിരുക്കുടുംബമായിട്ട് മാറും. ആ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ഇന്നത്തെ ഈ ക്രിസ്മസിനുള്ള ഒരുക്കം നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. പുൽക്കൂട് നമ്മുടെ മുമ്പിൽ എപ്പോഴും ക്രിസ്മസിൻ്റെ ചൈതന്യം മുഴുവനും പങ്കുവയ്ക്കുന്ന ഒരു ചിത്രമാണ്. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പുൽക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഈ പുൽക്കൂട് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു വലിയ സാമൂഹിക മാനം ഈ പുൽക്കൂടിന് കരഗതമാകുന്നുണ്ട്. കാരണം അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജ്ഞാനികൾ, അറിവിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ വലിയ വ്യക്തിത്വങ്ങൾ, അവർ നക്ഷത്രം കാണിച്ചു തന്ന പാതയിലൂടെ യാത്ര ചെയ്ത് പുൽക്കൂട്ടിലെത്തി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയർത്ത് അവിടെ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ആട്ടിടയർ. ആ ആട്ടിടയരും ഇതേ മനോഭാവത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നത്. അവരും നക്ഷത്രം കാണിച്ചു തന്ന വഴിയിൽ കൂടി യാത്ര ചെയ്ത് ഒരു രക്ഷകനെ കാണുവാൻ വേണ്ടി അവരും പുൽക്കൂട്ടിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. സ്നേഹമുള്ളവരെ, അത്യുന്നത പദവിയിൽ നിൽക്കുന്ന ആ ജ്ഞാനികളും പാവപ്പെട്ടവരായ ആട്ടിടയരും ഒന്നു ചേരുന്നൊരു വേദിയാണ് പുൽക്കൂട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ പുൽക്കൂട്ടിൽ പ്രിയപ്പെട്ടവരെ ഒരു സാമൂഹിക മാനം വരുന്നുണ്ട്. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല. തമ്പുരാൻ്റെ മുമ്പിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല എന്ന തിരിച്ചറിവ് നമ്മൾ സ്വന്തമാക്കണം. തമ്പുരാൻ എല്ലാവരെയും ഒന്നിച്ച് ചേർക്കുകയാണ്. അതാണ് ക്രിസ്മസിൽ സംഭവിക്കുന്നത്. അവിടെ ഉന്നത കുലജാതനെന്നോ അവിടെ മതത്തിൻ്റെ പേരിലോ തിരിവോ ഒന്നുമില്ല. എല്ലാവരെയും ഒന്ന് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഈ ഉണ്ണീശോയുടെ ചിത്രം, പുൽക്കൂടിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലെ ഒരു പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ സാമൂഹ്യ മാനത്തിലേക്ക് കടന്നു വരണം. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം വിശാല മനസ്കരാണ് എന്ന് ഭാവിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് മതിൽക്കെട്ടുകൾ ഉയർന്നു നിൽപ്പുണ്ട്. ഈ മതിൽക്കെട്ടുകൾ ഓരോന്നും ഉണ്ണീശോയിലേക്ക് നമ്മളെ എത്തുന്നതിന് നമ്മൾക്ക് തടസ്സമാണ്. ഈ മതിൽക്കെട്ടുകളെ പൊളിച്ചു മാറ്റാൻ നമുക്ക് കഴിയണം. മതിൽക്കെട്ടുകളുടെ അർത്ഥം നമുക്കറിയാം, മതീതിലേ എന്നാണ്. മതീതിലേ എന്ന് പറഞ്ഞാൽ മതി, ഇത്രയും മതി, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇത്രയും മതി എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതെല്ലാം വാതിലുകളായിട്ട് മാറാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വാതിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. വാ ഇതിലേ, വരൂ ഇതിലേ, അതായത് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചിത്രവും കൂടെ നമ്മുടെ മനസ്സിലേക്ക് വേണം. എല്ലാവരെയും ഒന്ന് ചേർന്ന് ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വലിയ മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുവരാം. ഈശോയുടെ വരവോടുകൂടി, ഉണ്ണീശോയുടെ വരവോടുകൂടി ചരിത്രം രണ്ടായിട്ട് പിളരുകയാണ്. AD എന്നും BC എന്നും, ക്രിസ്തുവിന് ശേഷമെന്നും ക്രിസ്തുവിന് പിൻപ് എന്നും. സ്നേഹമുള്ളവരെ, ഈ ഒരു ചിത്രം തന്നെ നമ്മുടെ മുമ്പിലെ ഒരു മാറ്റത്തിന് നമ്മൾ മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കാരണം ലോകം മുഴുവനും ലോകചരിത്രം മുഴുവനും അംഗീകരിക്കുമ്പോഴും നമ്മൾ അതറിയാതെ പോകരുത്. ഇനിയും ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് ഒരുക്കങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാകും. ഇനിയും നമ്മൾ ക്രിസ്മസ് കാർഡുകൾ പങ്കുവയ്ക്കും. ഇനിയും നമ്മൾ പുൽക്കൂടുകൾ ഒരുക്കും. ഇനി നമ്മൾ കരോൾ ഗാനങ്ങൾ ആലപിക്കും. ഇനിയും നമ്മൾ ക്രിസ്മസിന് വേണ്ടി നക്ഷത്ര വിളക്കുകൾ തൂക്കും നമ്മുടെ ഉമ്മർപ്പടികളിൽ. പ്രിയപ്പെട്ടവരെ, എങ്കിലും ഈ ക്രിസ്മസ് ആഘോഷം അടിസ്ഥാനപരമായി എന്നിൽ പല മാറ്റങ്ങളും വരുത്തിയില്ല എങ്കിൽ, ഉണ്ണീശോയെ സ്വീകരിക്കാൻ മാത്രം എൻ്റെ ഹൃദയവും മനസ്സും ഞാൻ ഒരുക്കാതെ ഞാൻ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. നമുക്ക് ഉണ്ണീശോയുടെ സ്നേഹം, ആ നിഷ്കളങ്കത അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടക്കണം. ആ നിഷ്കളങ്കത ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയെ കാണാതാകുമ്പോൾ ആ കുഞ്ഞ് കിടന്ന് കാറും, വലിയവായി കിടന്ന് കാറും. അപ്പോൾ ആ അമ്മ വന്ന് കുഞ്ഞിനെ എടുക്കുമ്പോഴാണ് ആ കുഞ്ഞ് കാർച്ചു നിർത്തുക. പ്രിയപ്പെട്ടവരെ, എപ്പോഴൊക്കെ എൻ്റെ ഈശോയെ എനിക്ക് നഷ്ടപ്പെടുന്നുവെന്ന് തോന്നലുണ്ടാകുമ്പോഴും എൻ്റെ ഈശോയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട്, അവിടുത്തെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട്, അവിടുത്തെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ പിന്നെയും പിന്നെയും ക്രമീകരിക്കാനുള്ള ഒരു വലിയ ആഹ്വാനം ഈ ക്രിസ്മസ് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഓർക്കുക, അടുത്ത വർഷവും ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് ഒരുക്കങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറണം. ഈശോയോട് താതാത്മ്യപ്പെടുന്ന പെർസോണ ക്രിസ്തി, ആ ഈശോയുടെ വ്യക്തിത്വത്തോട് അനുരൂപപ്പെടുന്ന ഒരു മനസ്സ് സ്വന്തമാക്കി, ഹൃദയം സ്വന്തമാക്കി, ജീവിതം സ്വന്തമാക്കി നമുക്ക് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാം.
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമത്തിൽ